ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സഞ്ചാരി അമ്മി യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് വയനാട്ടിലെ കാരാപ്പുഴ ഡാം അഡ്വഞ്ചർ പാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആക്ച്വലി ഞാൻ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ടൈമിലാണ് 10-15-16 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്. ഇപ്പോൾ കൺസ്ട്രക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഞാൻ കാരാപ്പുഴ ഡാം വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളെയും ഞാൻ കാണാൻ സ്വാഗതം ചെയ്യുന്നു. വൺസ് അഗെയിൻ വെൽക്കം വെൽക്കം വെൽക്കം. അപ്പോൾ ഈ പാർക്കിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് കൽപ്പറ്റയിൽ നിന്ന് 15 കിലോമീറ്ററാണ്. പിന്നെ കോഴിക്കോട് നിന്ന് 86 കിലോമീറ്റർ, ബാംഗ്ലൂരിൽ നിന്ന് 270 കിലോമീറ്ററുമാണ് ഉള്ളത്. ഈ കാണുന്നതാണ് പാർക്കിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഉള്ളിലെ കാഴ്ചകൾ കാണാൻ പോകാം. ഇന്ത്യയിലെ രണ്ടാമത്തെ ലാർജസ്റ്റ് മഡ് ഡാം ആണ് കേട്ടോ ഈ കാരാപ്പുഴ ഡാം എന്ന് പറയുന്നത്. കേരളത്തിലെ ലോങ്സ്റ്റ് സിപ്പ് ലൈനും കൂടാതെ ഈ സൗത്ത് ഇന്ത്യയിലെ തന്നെ ബിഗ്ഗസ്റ്റ് ജൈൻറ്റ് സ്വിങ്ങും ഈ പാർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിൽ കയറി. ഇതാണ് കേട്ടോ എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 30 രൂപയാണ് അഡൾട്ട്സിനും 10 രൂപ കുട്ടികൾക്കും ടിക്കറ്റ് ഫീ വരുന്നത്. ജൈൻറ്റ് സ്വിങ്, സിപ്പ് ലൈൻ, ട്രപ്പോലിൻ അതൊക്കെ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. ഇവിടെ നിന്നാണ് അതിൻ്റെയൊക്കെ ടിക്കറ്റ് എടുക്കേണ്ടത്. കൂടാതെ ഇവിടെ പ്രോഗ്രാംസ് എല്ലാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പൺ എയർ സ്റ്റേജ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ഇറങ്ങി പോകുന്നതാണ് ആ ഭാഗങ്ങൾ. ഞാൻ വന്ന ടൈമിൽ വലിയ തിരക്കൊന്നുമില്ല, ആൾക്കാരൊക്കെ വളരെ കുറവാണ്. ഇവിടുത്തെ വൃത്തി നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഇവിടുത്തെ പൂക്കളും മരങ്ങളും ഒക്കെ വേറെ ഏതോ നാടാന്ന് വിചാരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ. അതിശയോക്തി പറയാമെന്ന് വിചാരിക്കരുത്. നിങ്ങളിവിടെ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്താൽ മനസ്സിലാവും. ഇതാണ് സ്പേസ് ടവർ എന്ന് പറയുന്ന ഒരു റൈഡ്. ഇതങ്ങ് മുകളിൽ വരെ കൊണ്ടുപോയിട്ട് താഴേക്ക് ഒരൊറ്റ ഇടലാണ്. കൂടാതെ അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾക്കാരുടെ ബഹളമൊക്കെ അതൊന്നും ഒച്ചയും വിളിയൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയാണ് കേട്ടോ സിപ്പ് ലൈൻ്റെ എൻഡിങ്. അങ്ങ് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവർ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ കൊണ്ടുപോയി അവസാനിക്കും. ഇതാണ് കേട്ടോ ആ ജൈൻറ്റ് സ്വിങ്. നിങ്ങൾ പൈസയും കൊടുത്ത് ബാലിയൊന്നും വരെ പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്വന്തം വയനാട്ടിൽ വന്നാൽ മതി, നിങ്ങൾക്ക് അതേ എക്സ്പീരിയൻസ് തന്നെ കിട്ടും. ഞാനീ വന്നത് കുറച്ച് സമ്മർ ടൈമിലാണ്. നല്ല ചൂടുണ്ട്. ബട്ട് സ്റ്റിൽ ഇവിടുത്തെ ഗ്രീനറിയൊക്കെ എടുത്ത് പറയേണ്ടതാണ്. അതുകൂടെ തന്നെ ഇവിടുത്തെ ക്ലെൻലിനെസ്, നല്ല
വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഉദാഹരണം കൂടിയാണ് ഈ കാരാപ്പുഴ ഡാം. നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലത്തെ ചെറിയ ചെറിയ റെസ്റ്റ് ഏരിയ ഉണ്ട്. പിന്നെ നമ്മൾ നടന്ന അവസാനം താഴെ എത്തുന്നത് ഈ പോണ്ടിൻ്റെ കരയിലാണ്. നമുക്ക് അവിടെ വേണമെങ്കിൽ ഫോട്ടോസ് എല്ലാം ഷൂട്ട് ചെയ്യാം. ബാലിയിൽ പോയി എത്ര ഫോട്ടോസ് എടുക്കണോ അത്ര തന്നെ ഭംഗിയായിട്ട് തന്നെ ഇവിടെയും വരും, ഷുവർ. ഇവിടെ ഗാർഡൻ എല്ലാം നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. പുതിയത് അവർ പ്ലാന്റ് ചെയ്യുന്നുണ്ട്. ചിലതൊക്കെ ഡ്രൈ ആയിപ്പോയി, കാരണം അത്രയ്ക്ക് ചൂടാണ്. പക്ഷെ അവർ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നല്ല വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങളിവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ മസ്റ്റായിട്ട് കയറേണ്ട ഒരു സ്ഥലമാണ് ഈ വാച്ച് ടവർ. ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫുൾ ഡാം വ്യൂ മുഴുവനും കാണാം. നല്ല ബ്യൂട്ടിഫുൾ ലഷ് ഗ്രീനറി ആയിട്ടുള്ള ഒരു ഡാം നമുക്കിതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ കാണാം. ഇതുപോലെ ഇങ്ങനെ റൗണ്ട് അടിച്ച് മുകളിലെത്തുമ്പോഴേക്ക് ചെറിയൊരു ഉണ്ടാവും, ബട്ട് കയറി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഫീൽ എന്ന് പറയുന്നത് മാസ്മരികമാണ്. ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ റൈഡ്സും ജൈൻറ്റ് സ്വിങ്ങും ഡാമും പാർക്കും എല്ലാം കാണാൻ പറ്റും. ഇനി നമുക്ക് ഡാം കാണാൻ പോവാം. അപ്പോൾ ഈ കാരാപ്പുഴ ഡാം എന്ന് പറയുന്നത് എർത്ത് ഡാമാണ്. ഇതിൻ്റെ റിവർ ബേസിൻ വന്നിട്ട് കബനിയാണ്. ഈ ഡാമിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 625 മീറ്ററാണ്. ഇപ്പോൾ വെള്ളം വളരെ കുറവാണ് ഡാമിൽ. മഴക്കാലത്തൊക്കെ ഇവിടെ ഫുൾ വെള്ളമായിരിക്കും ചുറ്റോട് ചുറ്റും.
അപ്പോൾ കാരാപ്പുഴ ഡാം അഡ്വഞ്ചർ പാർക്കിൻ്റെ ഈ വിസിറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വേറൊരു സ്ഥലമായിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.